ഹായ്, വെൽക്കം ബാക്ക് അനോറ. നമുക്കിന്ന് ഫോട്ടോച്ചിലെ കുറച്ച് വിശേഷങ്ങളാവാല്ലേ. അത്യാവശ്യം നല്ല മഴയൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല തിരി അടിക്കുന്നുണ്ട് ബീച്ചിൽ. കാണിച്ചു തരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പോയി കുറച്ച് കപ്പലിൻ്റെ കഥ അയച്ചിട്ട് വരാം. കുറേ കപ്പലിനുണ്ട്, എരിവുള്ളത് എരിയില്ലാത്തത് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതിൽ ഒരെണ്ണം വാങ്ങിച്ചു, അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോവാം. പിന്നെ ഇവിടെ കുപ്പിലിട്ട സാധനങ്ങൾ എത്തേണ്ടതൊന്നും മനസ്സില്ല, ജസ്റ്റ് കാണിച്ചു. ഇവിടെ കണ്ടോ ഫുള്ള് ചപ്പും ചോറുക. ഇവിടെ എല്ലാം കെട്ടി വെച്ചത് അങ്ങോട്ട് പോകേണ്ട പറഞ്ഞിട്ട്, പക്ഷെ നമ്മൾ ആ വഴിയൊക്കെ തന്നെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടിലേക്ക് അപ്പുറത്ത് കറങ്ങി പോകേണ്ടി വരും. പിന്നെ അതേ കണ്ടോ ഫുള്ള് എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഫുള്ള് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരെ കയറുക. ഞങ്ങൾ ശരിക്കും അപ്പക്കാണ് വന്നത്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മണലുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഫുള്ള് ചെളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഫുള്ള് ഇവിടെയൊക്കെ ഇത് കെട്ടിയിട്ടേക്കും. ആരും കടത്തി കിടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കെട്ടിയിട്ടേക്കുന്നെങ്കിൽ ആൾക്കാർ ഇതേ കൂടെ പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഓടി ചാടിയൊക്കെ പോവാം. ആ മരത്തിൻ്റെ കീഴിൽ പോവാൻ എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല. ചുമ്മാ വീഡിയോ എടുക്കില്ല, എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചൊന്ന് പോവാം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഞാൻ അതൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു, പക്ഷെ അതൊന്നും കാണിക്കാൻ കൂടുതൽ. പക്ഷെ കാണിക്കാൻ കൊള്ളാവുന്ന ഒന്ന് രണ്ട് ഫോട്ടോസ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാം. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴാണ് നോർമലി ഇവിടെ കുറേ ആൾക്കാർ വരല്. പക്ഷേ ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് ആരും അധികം അങ്ങനെ വരത്തുമില്ല. അപ്പോൾ നമുക്ക് നോക്കട്ടെ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം അടച്ചിട്ടേക്കുക, ഫുള്ള് അടച്ചിട്ടേക്കുക. ഇപ്പം മഴ പെയ്യും ഗൈസ്, അതുകൊണ്ട് ഫോട്ടോച്ചിലെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഗൈസ്. ബാക്കി ഇനി വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. കാണുന്ന പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഉള്ളവർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. ഈ കർത്താവിനെ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ വയറിൻ്റെ അവിടെയും നമുക്ക് കർത്താവിൻ്റെ ഫേസ് തന്നെ കാണാം. നമുക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മളെ ഒരു വട്ടം ഇതുപോലെ പോലീസ് ചെക്കിങ്ങിന് പിടിച്ച സമയത്ത് പോലീസ് മാമനെ നമുക്കിത് പറഞ്ഞു തന്നത്. ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ഈ പള്ളിയിൽ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തന്നു. ആദ്യം ഞങ്ങൾ അടുത്തും പറഞ്ഞു നിങ്ങൾ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു, പക്ഷെ നമുക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങളെ പോയി കാണിച്ചു. ഞാൻ പോകാമെന്ന് വെച്ച് ഓടിയിട്ടാണ് ഗൈസ്, പക്ഷെ മഴയൊന്നും പെയ്യില്ല. ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്, അതെന്താണ് അറിയാവുന്നൊരു കമന്റ് ഉണ്ട്. ഈ പാലത്തിൻ്റെ അവിടെ പ്രത്യേകതയുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് വണ്ടി എടുത്തപ്പോൾ വണ്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി സ്റ്റാർട്ടായി. പക്ഷെ ഇൻഡിക്കേറ്റർ ഇപ്പോഴും വർക്ക് ആവത്തില്ല. ഇൻഡിക്കേറ്റർ ശരിയാക്കാൻ ഇനി കൊണ്ട് കൊടുക്കണം, ഇല്ലെങ്കിലേ പ്രശ്നമാണ്. പുറകെക്കൂടെ വണ്ടിയൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. നമ്മുടെ യുദ്ധത്തിന് പോയ കപ്പലൊന്നും തന്നെ തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ വീഡിയോസ് പ്രൊഹിബിറ്റഡ് ആണെന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഫോട്ടോ എടുക്കരുത്. യുദ്ധമൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്, ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇനിയിപ്പം മഴയും പ്രളയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇനി യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ മഹാമാരികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അവരുടെ ആവശ്യമാണല്ലോ എന്ന് വെച്ച് വീഡിയോ എടുക്കുന്നവരും ഉണ്ട്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് ചമ്മലാണ് കൈ പറയുമ്പം ആ ഒരു വെപ്രാളത്തിൻ്റെ ഒക്കെ പുറത്ത് പറയുന്ന പലതും ഇങ്ങനെ ഇതായി പോവും. എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇനി വരുമ്പോൾ ഉള്ള വീഡിയോസിൽ നമ്മളെല്ലാം സെറ്റാക്കും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മളെന്തായാലും എല്ലാം സെറ്റാക്കും. കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.